വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ 10,096 പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്തത്. വോട്ടിംഗ് മെഷീൻ, കൺട്രോളിംഗ് യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് തുടങ്ങിയവയാണ് ഓരോ ബൂത്തിലേക്കും നൽകുക. 7 ജില്ലകളിലുമായി 100ഓളം വിതരണ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരുന്നത്. ഓരോ ബൂത്തിന്റെയും ചുമതലയുള്ള ഉദ്യോഗസ്ഥർ വോട്ടിംഗ് സാമഗ്രികൾ കൈപ്പറ്റി. പ്രിസൈഡിംഗ് ഓഫീസറും 3 പോളിംഗ് ഉദ്യോഗസ്ഥരുമടക്കം 4 ഉദ്യോഗസ്ഥരാണ് ഓരോ പോളിംഗ് ബൂത്തിലും ഉണ്ടാവുക. ഇവരെ സഹായിക്കുന്നതിനായി ബ്ലോക്ക് ലെവൽ റിസോഴ്സ് പേഴ്സൺസ്, സെക്ടറൽ ഓഫീസർമാർ, ലൊക്കേഷൻ സൂപ്പർവൈസർമാർ എന്നിവരെയും നിയോഗിച്ചിട്ടുണ്ട്. 1 ലക്ഷത്തോളം ഉദ്യോഗസ്ഥരെയാണ് ആദ്യഘട്ട പോളിംഗ് ചുമതലകൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് സാധന സാമഗ്രികളുടെ വിതരണ തിരിച്ചുവാങ്ങൽ രീതികളിൽ തിരുവനന്തപുരം ജില്ലയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ മാർഗമാണ് അവലംബിച്ചത്. പുതിയ സംവിധാനമനുസരിച്ച് കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും പോളിംഗ് ഉദ്യോഗസ്ഥർ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അതത് സ്റ്റേഷനുകളിൽ എത്തിയാൽ മതി. ആ സമയം സാധന സാമഗ്രികൾ സെക്ടറൽ ഓഫീസർമാർ നേരിട്ട് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കും. പോളിംഗ് കഴിഞ്ഞാലുടൻ ലൊക്കേഷൻ സൂപ്പർവൈസർമാർ പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് തന്നെ സാധനങ്ങൾ ഏറ്റുവാങ്ങി സെക്ടറൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ കളക്ഷൻ സെന്ററിൽ എത്തിക്കും. അതേസമയം ഗ്രാമപ്രദേശങ്ങളിൽ ഇന്നു രാവിലെ 10 മണി മുതൽ പോളിംഗ് ഉദ്യോഗസ്ഥർ വിതരണ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് സാധന സാമഗ്രികൾ സ്വീകരിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.